താമരശ്ശേരിയിൽ അറവ് മാലിന്യ പ്ലാന്റിനെതിരായ പ്രതിഷേധത്തിൽ പ്രകോപനമുണ്ടാക്കിയത് റൂറൽ SP KE ബൈജു ആണെന്ന ആരോപണവുമായി സമരസമിതി ചെയർമാൻ. റൂറൽ SP ഫ്രഷ് കട്ടിന്റെ 3 വാഹനങ്ങൾ കയറ്റിവിടാൻ ശ്രമിച്ചതാണ് സംഘർഷമുണ്ടാകാൻ കാരണം. SP-ക്ക് പരിക്കേറ്റത് വൃദ്ധയെ കൊണ്ടുപോയ സ്ട്രെച്ചർ തട്ടിമാറ്റിയപ്പോഴെന്നും സംഭവത്തിന് ശേഷം ഒളിവിലുള്ള ബാബു കുടുക്കൽ മീഡിയ വണ്ണോട് പറഞ്ഞു. CPM-ന്റെയും പോലീസിന്റെയും നിലപാട് തള്ളി CPM മുൻ ഏരിയ സെക്രട്ടറി ഗിരീഷ് ജോണും രംഗത്ത് വന്നു. രാവിലെ മുതൽ വൈകിട്ട് 4 മണി വരെ സമാധാനപരമായി മുന്നോട്ട് പോയ സമരം സംഘർഷത്തിലേക്ക് വഴിമാറിയത് റൂറൽ SP KE ബൈജുവിന്റെ ഇടപെടലോടെയാണെന്നാണ് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ആരോപിക്കുന്നത്. SP വരലും SP വന്നുകൊണ്ടാണ് ആ വണ്ടി കയറ്റാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. സമരക്കാർ SP ആക്രമിച്ചിട്ടില്ല, ഫാക്ടറിക്ക് തീയിട്ടിട്ടുമില്ല. SP ആ വൃദ്ധയെ തട്ടി മാറ്റിക്കൊണ്ട് ആ ആംബുലൻസിനടുത്തേക്ക് ആ സ്ട്രെച്ചറിനടുത്തേക്ക് പോവുകയും ആ സ്ട്രെച്ചർ തട്ടിയാണ് SP-ക്ക് പരിക്കേറ്റത്. ഫാക്ടറി കത്തിച്ചത് ഒരിക്കൽ പോലും സമരസമിതിയുടെ ആളുകളല്ല. സമരസമിതിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. 6 വർഷത്തെ സമരത്തിൽ ഇതുവരെ പോലീസിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായില്ല. SDPക്കാരന് ആക്രമണം നടത്തിയെന്ന വാദവും ഞങ്ങൾക്കില്ല. പോലീസ് നരനായിട്ടായതിനാലാണ് സംഭവത്തിന് ശേഷം നേതാക്കൾ മാറി നിൽക്കുന്നതെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഒളിവിലിരിക്കുന്ന സമരസമിതി ചെയർമാൻ മീഡിയയോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിനിടെ അക്രമത്തിന് പിന്നിൽ SDPI ആണെന്നും നുഴഞ്ഞുകയറ്റക്കാരാണെന്നുമുള്ള CPM വാദം മുൻ ഏരിയ സെക്രട്ടറി തന്നെ തള്ളി. സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യത്തെയും ഗിരീഷ് ജോൺ ചോദ്യം ചെയ്തു. സമരത്തെ ഹൈജാക്ക് ചെയ്തു പോകുന്നു എന്ന് പരിധിവെക്കേണ്ട ആളുകളല്ല നമ്മൾ. ജനങ്ങളുടെ തികച്ചും ജനുവിനായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ മേലെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. സ്ത്രീകളും കുട്ടികളും എല്ലാം സ്കൂളിൽ പോലും പോകാതെ പങ്കെടുക്കുന്നു എന്നുള്ളത് അവരുടെ അവിടുത്തെ പ്രയാസമാണ് സൂചിപ്പിക്കുന്നത്. സമരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് തുടരുകയാണ്. താമരശ്ശേരിയിൽ ഇന്ന് SDP വിശദീകരണ യോഗം നടത്തും. മീഡിയ 1 കോഴിക്കോട്.